ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാബുകളും ഫെസിലിറ്റീസും വിദ്യാഭ്യാസവും ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്താം. നമ്മുടെ KTCT സ്കൂളിൻ്റെ ഭാഗമായുള്ള ലാബുകളൊക്കെ. ഈ ഒരു വാർത്ത നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇടുകയും നമ്മുടെ കുട്ടികളൊക്കെ അതൊക്കെ കാണട്ടെ. അപ്പോൾ അത് നമ്മുടെ കുട്ടികളിൽ കൂടി നമുക്ക് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. ഓക്കെ. Hydrocarbons are compounds containing carbon and hydrogen only. Polymerization is the process in which large number of simple molecules combine to form a complex molecule. The product molecules are called polymers. അങ്ങനെ പോളിമറൈസേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ നീളമുള്ള സ്ട്രിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. എന്താടാ ഉറങ്ങേണ? ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലായിരുന്ന? നമ്മൾ അതുപോലെ സൂപ്പർ ഹീറോ ആയിരുന്നെങ്കിൽ അത് തന്നെ പോലെ ഒരുപാട് പേര് ചെയ്ത് നമുക്ക് രക്ഷിക്കാമായിരുന്നു അല്ലേ? ശരിയാണ്. അതിന് നിങ്ങൾക്കും സൂപ്പർ ഹീറോ ആവാമല്ലോ. അതെങ്ങനെ? ശാസ്ത്രവും ടെക്നോളജീസ് ഉപയോഗിച്ച് നിങ്ങൾക്കും സൂപ്പർ ഹീറോ ആവാം. ശാസ്ത്രമാണ് സൂപ്പർ ഹീറോ. അതൊക്കെ ഉണ്ട്. ഈ 8 ലെവലിലേക്ക് അതെങ്ങനെയാണെന്ന്. അന്ന് നിനക്ക് വേണ്ടി ഒരു വാക്ക് ഈ ലോകത്തോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. നിന്നെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. കൊണ്ടുവന്നു. പക്ഷെ തോറ്റുപോയിടാൻ ഞങ്ങൾ. ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നീ കാത്തു സൂക്ഷിച്ച കൊച്ചു സമ്മാനമാണ്. നിന്നെ വാരിയെടുക്കുന്ന കാഴ്ച ഇനിയും തുറക്കാത്ത ഒരുപാട് കണ്ണുകളെ തുറപ്പിക്കും. തുറക്കണം. നിനക്ക് വേണ്ടി ഇനി ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇനി മറ്റൊരു അർജുനുണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പ്. നോട്ടീസ് ബോർഡിൽ ഒരു പത്രവാർത്ത കട്ടിങ് കണ്ടായിരുന്നു. അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സർ, കർണാടകയിലെ ശിരൂരിലെ ഒരു അപകടം നടന്നില്ലേ? അർജുൻ ചേട്ടൻ്റെ വാഹനം വെള്ളത്തിനടിയിലായത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എയർടെൽ ഉപയോഗിച്ചൊരു പ്രൊജക്റ്റ് ചെയ്തു. വെഹിക്കിൾ സെക്യൂരിറ്റി ആൻഡ് ഓൺലൈൻ ബ്ലാക്ക് ബുക്ക് സിസ്റ്റം. ഇനി നമ്മുടെ വാഹനം വെള്ളത്തിനടിയിലായാൽ പോലും മണ്ണിനടിയിലായാൽ പോലും നമുക്ക് രക്ഷിക്കാനുള്ള ഡേറ്റ ലഭിക്കുകയും ചെയ്യും. ഇനി ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. വെരി ഗുഡ്, ഗുഡ് ഐഡിയ. പക്ഷേ ഇത് KTCT മാത്രം ഇരുന്നാൽ പോരാ. ഇത് നിങ്ങൾ ഇപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ അർജുനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലാകെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു വാഹനവും ഇനി വെള്ളത്തിനടിയിൽ വീണ് അപകടം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു മനുഷ്യജീവനും ഇതുമായി ബന്ധപ്പെട്ട് ഇനി പൊലിഞ്ഞു പോകാൻ നമുക്ക് അനുവദിച്ചു പോകും. ഇതിന് KTCTയിലെ കുട്ടികൾ എടുത്തിട്ടുള്ള ഈ എഫർട്ടിനെ കൃത്യമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്കത് പറയാനുള്ളത്, ഇത് നമുക്ക് ഇവിടെ ഇരുന്നാൽ മാത്രം പോരാ. ഇത് പുറം ലോകം അറിയണം, നാട്ടിലെ ജനങ്ങൾ അറിയണം, നമ്മുടെ വാഹന
ഇത് സ്ഥാപിക്കണം. അങ്ങനെ നമ്മുടെ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയ മെസ്സേജായി നിങ്ങളുടെ ഈ പ്രോജക്റ്റ് മാറേണ്ടതുണ്ട്. മാത്രമല്ല ഇത് മുബാറക്കും ടീമും മുബാറക്കിനോടുള്ള മറ്റു കുട്ടികളും ATL ലാബുമായി ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മുടെ ശാസ്ത്രമേളകളിൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവരണം. അങ്ങനെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, അങ്ങനെ ഈ പ്രോജക്റ്റ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ രാജ്യം മുഴുവൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. മുബാറക്കിനെയും ടീമിനെയും കുറിച്ച് നമ്മുടെ നാട് ചർച്ച ചെയ്യും. KTCTയെ കുറിച്ച് നമ്മുടെ ഇന്ത്യയാകെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ചെയർമാൻ എന്നുള്ളത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണം. എന്നാലും നിങ്ങളുടെ പ്രോജക്റ്റ് സൂപ്പറാണ്. ഇതിൻ്റെ ഐഡിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും KTCT ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ KTCTയിലൂടെ മുബാറക് ടീമും നിർമ്മിച്ചെടുക്കുന്ന ഈ പ്രോജക്റ്റ് KTCTയിലെ വിദ്യാർത്ഥികളെ സൂപ്പർ ഹീറോകളാക്കി മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. അപകടങ്ങൾ കറക്റ്റായി റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ അപകടങ്ങളായ വാഹനങ്ങളുടെ ഡേറ്റ നമുക്ക് കറക്റ്റായി ലഭിക്കാത്തതിനാൽ ലക്ഷക്കണക്കിന് പല ജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടു. അർജുന വാഹൻ എവിടെയാണ്, അദ്ദേഹത്തിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അറിയില്ലായിരുന്നു. ബ്രീത്തിങ് ആ സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കും. അത് കാരണം മരണ കാരണം വരെ അതായിരിക്കാം. അത് വെച്ച് അവിടെ എത്ര കാർബൺ ഡൈ ഓക്സൈഡിനോട് എത്ര ഓക്സിജൻ ഉണ്ടെന്ന് മെഷർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂൾ ഇതാണ് ഈ മൊഡ്യൂൾ. അപ്പോൾ അർജുൻ്റെ വാഹന അപകടം ഉണ്ടായ ടൈമിൽ ഡേറ്റ ലൊക്കേഷൻ ആക്കിയ ഡേറ്റ പോലും നമുക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനത്തെയുള്ള എല്ലാ സെൻസറുകളും ഡേറ്റ ക്ലൗഡിലോട്ട് സെൻഡ് വണ്ടി ആക്സിഡൻറ്റ് ശേഷം ഡ്രൈവർ അതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാനും കറക്റ്റായിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്ത് റെസ്ക്യൂ നടത്താൻ നമുക്ക് സാധിക്കും. ആ ഡേറ്റ ക്ലൗഡിലോട്ട് റീഡ് ചെയ്യാനും കഴിയും. അപ്പോൾ അർജുൻ്റെ വാഹനം വെള്ളത്തിൽ വീണിട്ട് പോലും നമുക്ക് ഡേറ്റാസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ഈസി ആയിരിക്കും.